കോഴിക്കോട്ടെ പ്രശസ്ത നാടക സംഘമാണ് വടകര വരദ. ഈ നാടക ട്രൂപ്പിന്റെ റിഹേഴ്സൽ പതിവായി നടക്കാറുണ്ട്. കലയെ സ്നേഹിക്കുന്ന നാട്ടുകാർ വലിയ ആവേശത്തോടെയാണ് പരിശീലനം കാണുന്നത്. എന്നാൽ കലാബോധമില്ലാത്ത ചില പ്രദേശവാസികൾക്ക് റിഹേഴ്സലിന്റെ ശബ്ദം അരോചകമായി തോന്നാം. അതിന്റെ പേരിൽ കഴിഞ്ഞ രാത്രി നാടക സംഘത്തിന് നേരെ ആക്രമണമുണ്ടായി. ശബ്ദം പ്രശ്നമാകുന്നെന്നാരോപിച്ച് പരിസരവാസിയും സംഘവും ചേർന്നാണ് ആക്രമിച്ചത്. വടകര വരദയുടെ പുതിയ നാടകമായ അമ്മമഴക്കാരന്റെ റിഹേഴ്സൽ ക്യാമ്പിലാണ് അതിക്രമമുണ്ടായത്. നടീനടന്മാർക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. പരിസരവാസിയുടെ നേതൃത്വത്തിൽ ക്യാമ്പിലെത്തി സംവിധായകനെ അടക്കം കയ്യേറ്റം ചെയ്യുകയായിരുന്നു. ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുക. അതിനെ തൊട്ട് കുറച്ചകലെയുള്ള വീട്ടിലുള്ള ആൾക്കാർ വന്ന് അവിടെയുള്ള രാജീവനും മറ്റങ്ങനെയുള്ള ഒന്ന് രണ്ട് ആൾക്കാരുടെ കുടുംബാംഗങ്ങൾ വന്നിട്ട് ഞങ്ങളോട് ക്യാമ്പ് നിർത്തണമെന്ന് പറഞ്ഞു. നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളല്ല ഇതിൻ്റെ, ഞങ്ങൾ വാടക എടുത്താണ്, ഞങ്ങൾക്ക് വാടക തന്ന ആളോട് നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ ബോക്സൊക്കെ എടുത്ത് എറിയും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കയ്യേറ്റം ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങളെ ഇതിലുള്ള ക്യാമ്പിലുള്ള ബോക്സുകളൊക്കെ തന്നെ തല്ലി ഉടച്ച് കഴുത്തിന് കുത്തിപ്പിടിച്ച് അയാളും ഈ രാജീവൻ്റെ മകനൊക്കെ ചേർന്നിട്ട് അവരെ ചവിട്ടുകയും ഇതൊക്കെ ചെയ്തു. എനിക്കും പരിക്കേറ്റിട്ട്, എനിക്കും കൈക്കൊക്കെ തന്നെ പരിക്ക് സംഭവിക്കുന്ന അവസ്ഥ വന്നു. ഇങ്ങനെ ഈ മുരളി എന്ന് പറഞ്ഞ ഇതിൻ്റെ ഓണറായിട്ടുള്ള മുരളിക്കെതിരായിട്ടും ഒക്കെ തന്നെ കയ്യേറ്റ ശ്രമമാണ് പിന്നെ നടന്നിട്ടുള്ളത്. പിന്നെ അവർക്ക് വായി തോന്നുന്ന ഇതൊക്കെ തന്നെ അസഭ്യവർഷങ്ങൾ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. മാഷിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ചാടി അങ്ങ് ഓടി അങ്ങ് ചെന്നു. ഒന്നും ചെയ്യില്ല, മാഷ് തുടങ്ങിയപ്പോഴത്തേക്ക് ഓടിച്ചെന്നു. അപ്പോഴത്തേക്ക് ഓടിച്ചെന്ന വഴി എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. അപ്പോൾ ഇങ്ങനെ അങ്ങ് തള്ളിയിട്ട് നെഞ്ചിനെ കൊണ്ടു. അപ്പോൾ ഞാൻ മറിഞ്ഞു വീണപ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു മോനുണ്ട്. ആ മോൻ ഓടി വന്നിട്ട് പിന്നെ ഇവിടെയൊക്കെ ചവിട്ടുമൊക്കെ ചെയ്തു, മാവിക്ക് ചവിട്ടി. സംവിധായകനായ പൗർണമി ശങ്കർ ഈ വർഷം കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാവാണ്. 72-കാരനായ ഇദ്ദേഹത്തെ അടക്കം ആക്രമിച്ചതായാണ് പരാതി. വടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 വടകര.